ലഹരി വിരുദ്ധ പോരാട്ടത്തില് കലകൾക്കും സ്പോർട്സിനും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. പാട്ട് ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ പാടുന്നുണ്ട്. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി പാട്ടൊരു പ്രധാനപ്പെട്ട സംഗതിയാക്കി മാറ്റേണ്ടി വരും. കാരണം അത്തരം മേഖലകളിലേക്ക് കൂടി ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കില്ലേ? ആദർശത്തിലെ പാട്ട്, ആദർശത്തിലെ പാട്ട് പാടാലോ, ആദ്യ പാട്ടിനെ കുറിച്ച് ചോദിക്കാനാ. ആവേശം, ആവേശം, ആദർശത്തിലെ ആവേശം, ആവേശം. തീർച്ചയായും സ്വാഭാവികമായിട്ട് നമ്മൾ കുട്ടികളോടൊക്കെ ഇത് പിന്നെ ചെയ്യരുത് 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 എന്ന് പറയുമ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നത്. അതിനു പകരം അവർക്ക് പോസിറ്റീവായി ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കുക, പോസിറ്റീവായിട്ട് എൻഗേജ് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് മേഖലയാണ് സ്പോർട്സും ആർട്സും. കലയും സാഹിത്യത്തിലും പിന്നെ അവർക്ക് കൂടുതൽ ഇടപെടാനുള്ള അവസരങ്ങൾ കൊടുക്കുക. സ്കൂളുകളിലൊക്കെ തിയേറ്ററൊക്കെ സജീവമാക്കുക. ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ ഒരു നാടകം ചെയ്യാൻ തീരുമാനിച്ചാൽ 2 മാസം റിഹേഴ്സൽ ആയിരിക്കും. 2 മാസം എൻഗേജാ. 2 മാസം അവർ എൻഗേജാ, പോസിറ്റീവ് എൻഗേജാ. ഒരു കലാകാരനായി കഴിയുമ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഞങ്ങളൊക്കെ ഒരേ നാട്ടുകാരാണ്. കൊല്ലത്തൊക്കെ ആണെങ്കിൽ എത്ര തിയേറ്റർ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഗ്രാമീണ വായനശാലകൾ കേന്ദ്രീകരിച്ച് നാടകങ്ങൾ ഉണ്ടാവുമായിരുന്നു. 2, 3, 4 മാസം അതിന്റെ പിന്നാലെ അങ്ങ് പോവുകയാണ്. ഇപ്പൊ അതിന്റെ പിന്നാലെ പോകേണ്ട ആളുകളാണ് വേറെ ഇതിന്റെ പിന്നാലെ പോകുന്നത്. അപ്പൊ നമുക്ക് സ്പോർട്സ്, ആർട്സ്, കലാ കായിക രംഗങ്ങളിൽ കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കി കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഉത്തരവാദിത്വം ഉണ്ടാവുക. ഒരു കോളേജിലെ ഒരു ചുമതല കൊടുക്കുന്ന ഒരാൾക്കൊരു കുട്ടിക്കൊരു തോന്നല, ഞാൻ ഇത്തിരി ഉത്തരവാദിത്തത്തിലേക്ക് നിൽക്കുന്ന ആളാണ്, ഞാൻ മോശപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുക. ഇങ്ങനെ എന്റെ പോയിന്റ് അതാണ്, പോസിറ്റീവായി എൻഗേജ് ചെയ്തിട്ട് ഇതിനെ തടയുക എന്നുള്ളതാണ്. അല്ലാതെ അത് ചെയ്യരുത് അത് ചെയ്യരുത് അത് ചെയ്യരുത് ബോധവൽക്കരണം ആരും കേൾക്കത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർ പ്രത്യേകിച്ച് പിള്ളേർക്ക് ഒരു ഇന്റലക്ച്വൽ ഗ്യാപ്പ് ഉണ്ട് പിതാക്കന്മാരുമായിട്ട്. ഈയിടെ ഒരു പിതാവ് എന്നോട് വിഷമത്തോട് പറഞ്ഞാണ്, ഇത്തിരി എന്റെയൊക്കെ പ്രായമുള്ള ഒരാളാണ്. അയാൾ പറഞ്ഞത്, പയ്യൻ ഒരു ചോദ്യം ചോദിച്ചു, ഇയാൾ എന്തൊരു തന്തയാടോ. പുള്ളിക്ക് അവന് മനസ്സിലാവുന്നില്ല ഇയാൾ എന്തൊരു തന്തയാ, വേറെ ഒരു ഐറ്റം പോലെ പുള്ളി പറയുന്നത്. അപ്പൊ ഈ കുട്ടികൾക്ക് ഇത് ഉള്ളിൽ ചെല്ലുമ്പോ വേറൊരു ഫീലാ. മുമ്പിൽ ഇരിക്കുന്ന ആളെ മനസ്സിലാവുന്നില്ല. എന്റെ മണ്ഡലത്തിലെ ഒരു കുട്ടി അവന്റെ അമ്മയും മുത്തച്ഛനെയും തലക്കടിച്ചു കൊന്നു. ശ്രീനഗറിൽ നിന്ന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു, നാട്ടിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. എപ്പോഴാ കൊന്നതെന്ന് ചോദിച്ചു. ഉച്ച കഴിഞ്ഞ് 3:30 മണിക്കാണ് കൊന്നത്. എപ്പോഴാ എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞു. രാത്രിയാവുന്നവരെ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. എത്ര മണിവരെ ഇരുന്നു? 8:30 മണിവരെ ഇരുന്നു. എന്ത് ചെയ്തു? വിശന്ന് ഞാൻ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു എന്ന്. അമ്മയുടെ മൃതശരീരത്തിന്റെ അടുത്തിരുന്ന് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു എന്ന് വളരെ കൂളായിട്ട് പോലീസുകാരോട് പറയുന്ന ആ ഒരു തലമായി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പിന്നെ മാത്രമല്ല, ഈ അഭാൻ തന്നെ ഇത്രയും പേരെ കൊന്നിട്ട് കുളിച്ച് കുട്ടപ്പനായി നല്ല തേച്ചുടുപ്പ് എടുത്തിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ മഞ്ഞാർമൂടിലേക്ക് പോയത്. ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം സാധാരണ ഒരു ചുറ്റി കൊണ്ട് ഒരാളെ തന്നെ അടിച്ചാൽ തന്നെ പിന്നെ കൈ പൊങ്ങത്തില്ല. പൊങ്ങരുത് മനുഷ്യനാണെങ്കിൽ. ഇത് അവന് 5-6 തവണ പൊങ്ങിയല്ലോ, ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. കഴിഞ്ഞു. അത് സ്വന്തം അനിയനെ രക്തം ഇങ്ങനെ ചീറ്റി തെറിക്കുന്നതൊക്കെ എന്തൊരു ആവേശത്തോടെയാണ് അവൻ പറയുന്നത് പോലീസിനോട്. വല്ലാത്ത ഒരു രാസലഹരി ഉപയോഗിക്കുന്നവര് വേറൊരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. പിന്നെ അത് വേറൊരു താരതമ്യവും ഇല്ല. നമ്മൾ അതിനെ കുറിച്ച് നമുക്ക് പറയാൻ നമ്മളും ആളല്ല. എങ്കിൽ കൂടി നമ്മുടെ കേരളം ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ പ്രഭുത്വം നമ്മൾ വിചാരിച്ചിരുന്നതാണ്. ഒരുപാട് യുവജന സംഘടനകളുണ്ട്, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഒരുപാട് നവോത്ഥാന ചരിത്രമുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാവും ഇത്രയും വ്യാപകമായിട്ടുള്ള കാരണം? ഞാൻ യഥാർത്ഥത്തില് ഈ 2 വർഷം മുമ്പ് നിയമസഭയിൽ ഓർമ്മയുണ്ടാവത്തില്ലേ, അടിയന്തര പ്രമേയം കൊണ്ടുവന്നാണ്. അന്ന് ഞാൻ ലഹരി അടിയന്തര പ്രമേയമായിട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന സമയത്ത് ആളുകൾ ചോദിച്ചു, ലഹരി അതൊക്കെ ഒരു അടിയന്തര പ്രമേയത്തിന്റെ ഒരു വിഷയമാണ്. കാരണം അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞാൽ അപ്പോൾ മാധ്യമങ്ങളുടെ ലൈം ലൈറ്റിലുള്ള അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ റൂൾ 50 ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതൊരു ലഹരി ഉപയോഗം, അതിന്റെ അപകടമൊക്കെ ഒരു റൂൾ 50യുടെ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രിൻസിപ്പൽമാരോടും HMമാരോടും സംസാരിച്ച ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് 2 കൊല്ലം മുമ്പ് ഈ വിഷയം നിയമസഭയിൽ പറഞ്ഞത്. 2 കൊല്ലം മുമ്പ് പറഞ്ഞ മുന്നറിയിപ്പുകളൊക്കെ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് അപകടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി അത് ഈ താമരശ്ശേരിയിലെ കൊലപാതകം, കൊടുങ്ങല്ലൂരിലെ കൊലപാതകം, പിന്നെ എൻ്റെ തന്നെ മണ്ഡലത്തിലെ ഇരട്ട കൊലപാതകം, പാറശാലയിലെ അച്ഛനെ MBBS പഠിക്കുന്ന മകൻ കഴുത്തറുത്തു കൊന്ന കൊലപാതകം, ഈ ഡ്രഗ് റിലേറ്റഡ് ക്രൈമും കൂടെ വന്നപ്പോഴാണ് ഇത് പിന്നെ വീണ്ടും നമ്മൾ അവതരിപ്പിക്കേണ്ടി വന്നത്. അഷ്മി ചോദിച്ച ചോദ്യം ശരിയാണ്. നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ് എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും നമ്മൾ ഈ കാര്യത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. തന്നെയല്ല സജീവമായ വിദ്യാർത്ഥി രാഷ്ട്രീയം. കാരണം ഇത്രയും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാളെല്ലാം രാഷ്ട്രീയ പ്രബുദ്ധരാണ്. ഇലയനങ്ങിയാൽ അറിയുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, യുവജന സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും നമ്മുടെ ഒരു ഇനി അത് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, കൈവിട്ടുപോയ അവസ്ഥയിലാണ് നമുക്ക് ഇതിന്റെ
യഥാർത്ഥ അപകടം നമ്മൾ ആ അർത്ഥത്തിലും വ്യാപ്തിയിലും ആഴത്തിലും തിരിച്ചറിഞ്ഞത്. അപ്പൊ അതില് പിന്നെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, യുവജന സംഘടനകൾക്ക് എത്രയോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാംസ്കാരിക നായകന്മാരുള്ളതല്ലാതെ സാംസ്കാരിക പ്രവർത്തനം ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. ഒരു കുണ്ടറ വിളംബരമാണ് ഇത്. ശരിക്കും അതേ സാംസ്കാരിക നായകന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും സാംസ്കാരിക പ്രവർത്തനമില്ല. നായകന്മാരും നായന്മാരും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ കുണ്ടറ വിളംബരമാണ്. പറയും അല്ല, ഞാൻ പറഞ്ഞത് തന്നെ സജീവമായി വിദ്യാർത്ഥി രാഷ്ട്രീയം ഉള്ള കോളേജുകൾ, ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്, അവിടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനമുള്ള കോളേജാണ്. ആ കോളേജിൽ ഹോസ്റ്റലിൽ നിന്നാണ് കഞ്ചാവ് പിടിക്കുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയമില്ലാത്തടത്ത് അരാഷ്ട്രീയ ശക്തികളും ലഹരി സംഘങ്ങളും വരുമെന്ന നമ്മളുടെ പരമ്പരാഗത കാഴ്ചപ്പാട് തെറ്റാ. രാഷ്ട്രീയം ഉള്ളിടത്ത് കുറെ കൂടി ഇത്തരം ശക്തികൾ പിടിമുറുക്കുന്നുണ്ടെന്നുള്ളത് അപകടത്തിന്റെ ആഴം വലുതാക്കുന്നുണ്ടല്ലേ? അല്ല, വിജയകുമാറിന്റെ ചോദ്യം വളരെ കറക്റ്റാണ്. മുമ്പൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ക്യാമ്പസിൽ നിന്ന് രാഷ്ട്രീയം പോയി അൺഎയ്ഡഡ് കോളേജുകളിലും സ്വകാര്യ സ്വാശ്രയ കോളേജുകളിലാണ് ഇതൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഈ കളമശ്ശേരി പോളിടെക്നിക്ക് പോലെ വളരെ സജീവമായ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമുള്ള ഒരു ക്യാമ്പസിൽ നിന്ന് വരികയാണ്. അപ്പൊ രാഷ്ട്രീയമുള്ള കോളേജുകളിൽ ലഹരി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയക്കാരെ തന്നെയാണ് ഇതിന്റെ ഏർപ്പാട് ഏൽപ്പിക്കുന്നത്. ഇതിന്റെ ആൾക്കാർക്ക് അറിയാമല്ലോ. അവരെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പണ്ട് സാറന്മാര് ചെയ്യുന്ന ഒരു വഴി, ക്ലാസ്സിലെ ഏറ്റവും വികൃതിയെ പിന്നെ ക്ലാസ് ലീഡറാക്കും. അതേപോലെ തന്നെ ലഹരി മാഫിയയ്ക്ക് തടസ്സം നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നവരെ തന്നെ അതിന്റെ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നമില്ലല്ലോ. അതാ സംഭവിച്ചത്. അപ്പൊ യഥാർത്ഥത്തില് കേരളത്തിൽ ഇപ്പൊ ഏറ്റവും നമുക്ക് വന്നിരിക്കുന്നത് രക്ഷകർത്താക്കളും അമ്മമാരും ഒക്കെ വളരെ സങ്കടത്തിൽ, ആശങ്കയുണ്ട് അവർക്ക്. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വന്ന് ഡോറിൽ ബെല്ലടിക്കുമ്പോഴേ അവർ വാതിൽ തുറന്നു. ഇപ്പൊ അവര് ഡോർ അടയ്ക്കാതെ കാത്തിരിക്കുക, വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ ഒരു ചിത്രമുണ്ട് കേരളത്തിന്. അപ്പൊ അത് എല്ലാ കുട്ടികളും അങ്ങനെ ആയോ നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇതൊരു വൈറസാണ്. എല്ലാ കുട്ടികളും അങ്ങനെ ആയിട്ടില്ല. പക്ഷെ നമ്മൾ അതിന്റെ മറുവശമുണ്ട്. നമ്മൾ കേൾക്കുന്നതിനും അറിയുന്നതിനും പുറത്ത് പറയാൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ, നാണക്കേടിൽ ഇത് പിന്നെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുമുണ്ട്. ഞാൻ തന്നെ നിയമസഭയിൽ അത് പറഞ്ഞാണ്. ഒരു അമ്മ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്, രാത്രിയിൽ മകൻ വന്ന് ബെല്ലടിക്കുമ്പോൾ കതക് തുറക്കാൻ പേടിയാണ്, ലഹരി ഉപയോഗിച്ച് വരുമ്പോൾ അവൻ എന്നെ കാണുന്നത് അമ്മയായിട്ടല്ലെന്നാണ്. ഞാനത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി മേല് വരികയാണ്. കാരണം നമുക്ക് എങ്ങനെ ഇതൊക്കെ പറയാം, നമുക്ക് പറയുമ്പോൾ വല്ലായ്മ വരികയാണ്. പക്ഷെ ഇത് യാഥാർത്ഥ്യമായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ്. പല പേരൻസിനും കുട്ടികളുടെ റൂമിൽ കയറാൻ പേടിയാണ്. ഒരു 4 മുറിയുള്ള ഒരു വീട് 4 വീടാണ്. മാറണ്ടേ? നമ്മളിപ്പം മനുഷ്യന്റെ എല്ലാ മാസവും പോയിട്ട് നമ്മൾ പിന്നെ BP 120/80 ആണോ എന്ന് നോക്കും, ഷുഗർ കൂടിയോ എന്ന് നോക്കും, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കും. സമൂഹത്തിന്റെ ആരോഗ്യം ആരാണ് നോക്കുന്നത്? കേരളത്തിൽ ഗുരുതരമായ സാമൂഹിക ആരോഗ്യ പ്രശ്നമുണ്ട്. അതിനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. വിശ്വനാഥ്, യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഈ 30 ദിവസത്തെ ഒരു ട്രാവൽ ആധികാരിക ഒരു പഠനം ഉണ്ടാകും. കുറെ ആൾക്കാരെ സഹായിക്കാനുള്ള പദ്ധതികൾ നമ്മുടെ ഭാഗത്തുണ്ട്. ഇപ്പോൾ KHLW ഫൗണ്ടേഷനൊക്കെ 40 ഗവൺമെന്റ് സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നമ്മൾ നടത്തുന്ന ഒരു യാത്ര, അത് നമ്മളൊരു പബ്ലിസിറ്റിക്കൊന്നുമില്ല. ഇപ്പോൾ ഇനി വയസ്സാം കാലത്ത് നമ്മളെ പബ്ലിസൈസ് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ 30-ആം വയസ്സിലായിരുന്ന ഒരു സുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര മിടുക്കനാങ്ങൾ എന്ന് പറയുമ്പോഴേ നമുക്ക് വേണ്ടാത്ത എന്തോ കേട്ട ഒരു ഫീലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീലിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ മാഫിയ എത്ര ശക്തമാണെങ്കിലും അത് ഞാനുമൊക്കെ യഥാർത്ഥത്തിൽ ഈ കൊച്ചിയിലെ തന്നെ ഈ ഗുണ്ടാ സംഘത്തെക്കുറിച്ച് ഒരു പ്രോഗ്രാമൊക്കെ കൊടുത്ത് ഈ ഒരു 2-ആഴ്ച വെളിയിലിറങ്ങാൻ പറ്റാതെ പോയ ഒരു കക്ഷിയാണ്. ഞാനിവരെ ഭയക്കുന്നൊന്നുമില്ല, ഇവരാരും പിടിക്കുന്നുമില്ല. അപ്പോൾ എന്താണ് കാര്യം? ജനങ്ങളിപ്പോൾ ശംഖുമുഖത്ത് വെച്ച് തന്നെ പറഞ്ഞ്, ശംഖുമുഖം നിയമസഭയിൽ വിശ്വനാഥ് ഉന്നയിക്കേണ്ട ആവശ്യം വന്നു. അവിടെയും ഈ മാഫിയ സംഘം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ശംഖുമുഖം മൂലം നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ മാഫിയ സംഘത്തെക്കുറിച്ചൊക്കെ പറയാൻ ആളുകൾ മടിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എന്തായിരിക്കും PC വിശ്വനാഥ് പറയുക? തീർച്ചയായും കൂടുതൽ ആളുകൾ പിന്നെ ഒരുമിച്ച് ഇറങ്ങി വന്ന് ഇതൊരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇവരെ കീഴ്പ്പെടുത്താൻ ഇത് വലിയ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ മാഫിയ. ഞാനിപ്പം നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 7 എപ്പിസോഡുള്ള ഡബ്ബ കാർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്. അതായത് ബോംബെയിൽ പിന്നെ ഈ സിന്തറ്റിക് ലഹരി പ്രവർത്തിക്കുന്നതിന്റെ അതാണ് അതിന്റെ ഒരു തീം, ഡബ്ബ കാർട്ടൽ. അതിനകത്ത് നമ്മുടെ മലയാളത്തിലെ നിമിഷ സജയനുണ്ട്, ശബന ആസ്മിയാണ് അതിന്റെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. നിമിഷക്ക് ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അതൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു വലിയ ശൃംഖലയാണ്, വലിയ ഒരു മാഫിയയാണ്. അപ്പം അവരെ ഒരുമിച്ച് നിന്നല്ലാതെ നേരിടാൻ കഴിയത്തില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്കാവുന്നവരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ ഈ ശക്തികൾക്ക് കഴിയും.
അപ്പോൾ ജനങ്ങളെ ആകെ ഒന്നാകെ അണിനിരത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് എല്ലാ വ്യത്യാസവും മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഒരു തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയാണ്. അപ്പോൾ അവരെ പിടിച്ചു നിർത്താനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത് അയലത്ത് നടക്കുന്ന കാര്യമാണെന്ന് കരുതി മാറി നിൽക്കാൻ കഴിയില്ല. നമ്മുടെ വീടിന്റെ മുറ്റത്താണ്, അകത്ത് കയറിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മുറ്റത്ത് വരെ എത്തിയിട്ടുണ്ട് എന്ന ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. അതാണ്. എന്തായാലും KN 40 വർഷം രംഗത്ത് പിന്നെ വിശ്വനാഥ് പൊതുരംഗത്ത് ഇറങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ 93-ലാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തില് മെമ്പറൊക്കെ ആയി സജീവമായിട്ട് വരുന്നത്. 2002-ലാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 20 വർഷം സംസ്ഥാന നേതൃത്വം കേരള രാഷ്ട്രീയ വളരെ ചെറുപ്പമാണല്ലോ സംസ്ഥാന നേതൃത്വത്തിൽ. ഞാനിത് കുറച്ചുകൂടെ എന്റെ അടുത്ത് നിൽക്കുന്നതായിട്ടാ തോന്നുന്നത്. കുറെ ഓണം ബാക്കി കിടക്കുക. ഓക്കെ താങ്ക് യു വിശ്വനാഥ്, താങ്ക് യു. എനിക്ക് തോന്നുന്നത് നമുക്ക് കാണാം. നിയമസഭയിൽ അതിശക്തമായിട്ട് ഉന്നയിക്കണം. വീണ്ടും ഓക്കെ തീർച്ചയായിട്ടും.